ശില്പ. നമ്മുടെ I+ലെ കൊമേഴ്സ് ഫാക്കൽറ്റി ആണ്. എന്റെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് മുന്നേ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതിലുള്ള കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് നേരെ വന്ന് നമ്മുടെ സെഷനിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ കണ്ടു, കുറച്ച് കുട്ടികളെ ഞാൻ കണ്ടിരുന്നു. അപ്പോ ഞാൻ ഈ ഒരു സെഷനിൽ കൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അപ്പൊ സാറ് നിങ്ങൾക്ക് PhD വരെയുള്ള, അതായത് PhDയിലേക്ക് ജോയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞാൻ കുറച്ചുകൂടി ബാക്കിലേക്ക് പോവാണ്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കുറച്ച് അധികം കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെ? അപ്പൊ നമുക്കിനി കുറച്ചുകൂടി ഒന്ന് ബാക്കിലേക്ക് പോകാം. അതായത് എങ്ങനെ നമുക്ക് ഈ JRF ക്വാളിഫൈ ചെയ്യാം, ഇപ്പൊ JRFിലേക്ക് എത്താനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ JRF അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ചില കുട്ടികൾക്ക് ഒരു ഐഡിയ ഇല്ല, എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ കാണും. അപ്പൊ നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കി എന്താണ് എങ്ങനെയാണ് നമുക്ക് JRFിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുക, അതിനുള്ള കുറച്ച് ടിപ്സും അതേപോലെ നമ്മുടെ I+ന്റെ ക്ലാസ്സുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ കൂടെ നോക്കാം. സോ ഞാൻ ആദ്യം എന്റെ ഒരു ജേർണി പറയാം. ഞാനും നിങ്ങളെ പോലെ തന്നെ ഈ നമ്മൾ PG പഠിച്ചുകൊണ്ടിരിക്കുമ്പം എഴുതുന്നവരുണ്ടല്ലോ, ഈ ഒരു കൂട്ടത്തിൽ കാണും അല്ലെ? PG പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടോ? അപ്പൊ നമ്മൾ ഈ PG പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒന്ന് അറ്റംപ്റ്റ് ചെയ്യും. അന്നേരമാണ് നമ്മൾ ഈ നെറ്റിനെ പറ്റിയൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത്. PGക്ക് ചേർന്ന് കഴിയുമ്പോഴാണ് നെറ്റ് എന്താണ്, ഇങ്ങനെ ഒരു എക്സാം ഉണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നത്. നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ നമ്മളോട് പറയും അല്ലെ? ഓക്കെ, അപ്പൊ അന്നേരം നമ്മൾ പോയി ഒന്ന് എഴുതും. ആ ഒരു ടൈമിൽ നമ്മൾ എഴുതി വെറുതെ നമ്മളൊന്നും പഠിക്കുകയൊന്നുമില്ല അല്ലെ? എന്താണെന്നൊന്ന് നോക്കാമെന്നും പറഞ്ഞൊന്ന് പോയി എഴുതും. ആ എഴുതി കഴിയുമ്പോ ചിലപ്പോ ചെറിയൊരു മാർക്കിന്റെ വ്യത്യാസത്തിൽ നമുക്ക് ഈ നെറ്റ് ഒക്കെ കിട്ടാതെയാകും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് വെറുതെ പോയി എഴുതിയാൽ കാര്യമില്ല. അതായത് നമ്മൾ ഈ കറക്കി കുത്തി എഴുതാം എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് നമുക്ക് അത്യാവശ്യമൊക്കെ സബ്ജക്ട് നോളജ് ഉണ്ടല്ലോ, ഡിഗ്രിക്കൊക്കെ പഠിച്ചതല്ലേ എന്ന് പറഞ്ഞ് പോകും. പക്ഷെ കാര്യമില്ല. പിന്നീടാണ് നമ്മൾ സീരിയസ് ആയിട്ട് അതിനു വേണ്ടി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് ഇപ്പോഴേ പറയാം. നമ്മൾ ഈ യൂണിവേഴ്സിറ്റി എക്സാംസിന് പഠിക്കുന്ന ഒരു പഠനമല്ല നെറ്റ് എക്സാമിന് വേണ്ടത്. യൂണിവേഴ്സിറ്റി എക്സാംസിന് പഠിക്കുന്നത് നമ്മൾ വെറുതെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്നും കൂടെ കുറെ ഇട്ടങ്ങ് എഴുതി വെക്കും. നെറ്റ് എക്സാമിന് അങ്ങനെയല്ല. നെറ്റ് എക്സാമിന് നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് കോൺസെപ്റ്റുകൾ ക്ലിയർ ആകണം. ഓക്കെ, കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ഒരു പഠിത്തമേ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നെറ്റ് എക്സാമിന് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക, കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി പഠിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാനും ഇതേപോലെ നമ്മൾ PG പഠിച്ചു. ഞാൻ കൊമേഴ്സ് ഫാക്കൽറ്റി ആണ്. ഇപ്പൊ ഞാൻ MCOM പഠിച്ചുകൊണ്ടിരുന്നപ്പോ നെറ്റ് എഴുതി, നെറ്റ് കിട്ടി. അന്നേരം ചെറിയൊരു പോയിന്റിൽ JRF പോകുമ്പോൾ ഒരു വിഷമം അല്ലെ? അപ്പൊ നമ്മൾ വീണ്ടും പഠിക്കും. അന്നേരമാണ് നമ്മുടെ ഈ ഏരിയാസ് ഏതൊക്കെയാണ് വീക്ക് ഏരിയ, എവിടേക്കാണ് നമുക്ക് പാളിപ്പോയത് എന്നൊക്കെ നോക്കി കറക്റ്റ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു. നെക്സ്റ്റ് ടൈം എഴുതിയപ്പോ JRF ക്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പോ ആ ഒരു ജേർണി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ അതിലുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ നമ്മുടെ മുന്നിൽ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, എന്താണ് JRF, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതേപോലെ എത്ര സ്റ്റൈഫൻഡ് കിട്ടും, നമുക്ക് ഏജ് ലിമിറ്റോ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ലിമിറ്റ്സോ ഉണ്ടോ, അതേപോലെ JRFന്റെ വാലിഡിറ്റി എത്രത്തോളം ഉണ്ട്, PhD അഡ്മിഷന് JRF വേണോ, JRF കിട്ടുമ്പോൾ അതിന്റെ കൂടെ തന്നെ നെറ്റ് ക്വാളിഫൈ ആകുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് അതിനുള്ള ആൻസേഴ്സ് ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അപ്പൊ JRF എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? നമുക്ക് PhDക്ക് നമ്മൾ PhD ചെയ്യുമ്പോൾ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് തരുന്ന ഒരു സ്കോളർഷിപ്പ് ആണ് JRF. അപ്പൊ നെറ്റ് എക്സാമിലെ ടോപ്പ് സ്കോറേഴ്സിന് കിട്ടുന്നതാണ് അല്ലെ? ആ 1%, ഏറ്റവും ടോപ്പിൽ വന്ന 1% ആളുകൾക്ക് മാത്രം കൊടുക്കുന്നതാണ് ഈ JRF എന്ന് പറയുന്നത്. JRFന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് PGക്ക് 55% മാർക്ക്, അല്ലെങ്കിൽ റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 50% മാർക്ക് മതി. PG പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എന്ത് ചെയ്യാം, എഴുതാം. PG പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ എക്സാം ക്വാളിഫൈ ആയാൽ ആ ക്വാളിഫൈ ആയി 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നിശ്ചിത മാർക്കോട് കൂടി PG പാസ്സായിരിക്കണം. അതാണ് നമ്മുടെ ക്രൈറ്റീരിയ. ഓക്കെ, അപ്പൊ PG പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എഴുതാം. ദെൻ ഏജ് ലിമിറ്റ് 30 വയസ്സാണ് ജനറൽ കാറ്റഗറി. JRFന്റേതാണ്, നെറ്റിന്റെ അല്ല. JRFന് 30 വയസ്സാണ് ജനറൽ കാറ്റഗറി. പിന്നെ അതിന് റിലാക്സേഷൻ ഉണ്ട്, അത് നമുക്ക് പറയാം. JRFന്റെ എയിം, നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഈ JRF എയിം ചെയ്യാൻ പറയുന്നേ? മെയിൻ ആയിട്ടും നമുക്കൊരു ഇൻകം സോഴ്സ് ആണ് അല്ലെ? നമ്മൾ PhD ഒക്കെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. ഈ PhD ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻകം സോഴ്സ് ഇല്ലെങ്കിൽ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കണം. നമ്മളിപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ PhD ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തില് നമുക്കൊരു നല്ല തുക മാസാമാസം സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടുമ്പോൾ നമ്മളുടെ ചെലവുകളും നടന്നു പോകും. അതേപോലെ നമ്മുടെ PhD, നമ്മുടെ ആ ഒരു റിസർച്ച് നമുക്ക് അതിന്റെ ഒപ്പം കൊണ്ടുപോകാം അല്ലെ? ഫുൾ ടൈം റിസർച്ച് ആണ്. JRF ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല, ഫുൾ ടൈം റിസർച്ചിൽ തന്നെ ഫോക്കസ് ചെയ്യാം.
സ്റ്റൈഫൻഡ് എത്രയാണ്? നമുക്ക് ആദ്യത്തെ 2 വർഷം JRF ആണ് 37,000 രൂപ പ്ലസ് HRA കൂടെ കിട്ടും. പ്ലസ് HRA ആണ്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് HRA കിട്ടും. അതേപോലെ നെക്സ്റ്റ് ആദ്യത്തെ 2 വർഷം കഴിഞ്ഞ് പിന്നീടുള്ള 3 വർഷം അത് SRF ആണ്, സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 42,000 പ്ലസ് HRAയും അതിന് അഡീഷണൽ ആയിട്ട് കണ്ടിൻജൻസി ഗ്രാന്റുകൾ ഉൾപ്പെടെ നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് സേവിങ്സിനും വേണ്ടി അതിൽ നിന്ന് മാറ്റാം. നമ്മുടെ ചെലവുകളും നമ്മുടെ സേവിങ്സ് ഉൾപ്പെടെ നമുക്ക് അതിൽ നിന്ന് കൊണ്ടുപോകാം. ഒരു ജോലിക്ക് പോകുന്നതിന് തുല്യമായിട്ട് നമുക്ക് സാലറി കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടില് ഒരു ജോലിക്ക് കയറിയാൽ പോലും സ്റ്റാർട്ടിങ് നമുക്ക് ഇത്രയും ഒരു സാലറി കിട്ടില്ല അല്ലെ. ഇനി JRFന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 30 വയസ്സാണ്. ഇനി റിസർവ്ഡ് കാറ്റഗറി അതേപോലെ വിമൺ പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 5 വയസ്സും കൂടെ റിലാക്സേഷൻ, 35 വയസ്സ് വരെ മാത്രമേ നിങ്ങൾക്ക് JRF എഴുതിയെടുക്കാൻ പറ്റൂ. അസിസ്റ്റന്റ് പ്രൊഫസർ അതായത് നെറ്റിന് ഏജ് ലിമിറ്റ്സ് ഒന്നുമില്ല. അതേപോലെ എത്ര അറ്റംപ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നമ്പർ ഓഫ് അറ്റംപ്റ്റ്സിലൊന്നും അങ്ങനെ ലിമിറ്റേഷൻ ഒന്നും പറയുന്നില്ല. JRFന്റെ വാലിഡിറ്റി ചോദിച്ചാൽ നമ്മൾക്ക് ഇപ്പോ JRF എനിക്ക് കിട്ടിയെങ്കിൽ ഈ JRFന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, JRFന്റെ ഒരു അവാർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് തൊട്ട് 3 വർഷത്തിനുള്ളിൽ ഞാൻ PhDക്ക് ജോയിൻ ചെയ്തിരിക്കണം. ആ 3 വർഷം കഴിഞ്ഞാൽ പിന്നെ ആ വാലിഡിറ്റി പോയി, പിന്നീട് ഞാൻ വീണ്ടും JRF അടുത്തൊരു എക്സാം എഴുതി എടുക്കേണ്ടതായിട്ട് വരും. 3 ഇയറിനുള്ളിൽ ഞാൻ PhDക്ക് ജോയിൻ ചെയ്തിരിക്കണം. PhDക്ക് ജോയിൻ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് 5 വർഷത്തേക്കാണ് നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുക. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്ക് PhD അഡ്മിഷന് ചേരുന്ന സമയത്ത് PhD അഡ്മിഷൻ വേണമെങ്കിൽ JRF ഒന്നും മാൻഡേറ്ററി അല്ല. PhD അഡ്മിഷന് JRF മാൻഡേറ്ററി അല്ല, അത് നമുക്കൊരു സ്റ്റൈഫൻഡ് മാത്രമാണ്. ഓക്കെ, അതേപോലെ JRF ക്വാളിഫൈ ആയി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ നെറ്റും നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ജനറൽ ഓവർവ്യൂ, ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് JRFലേക്ക് എങ്ങനെ എത്താം അതിനുള്ള കുറച്ച് ടിപ്സ്, അതായത് ഞാൻ യൂസ് ചെയ്ത കുറച്ച് ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 സിലബസിനെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. സിലബസ് പഠിക്കുമ്പോൾ നമ്മുടെ എക്സാം പാറ്റേൺ നോക്കണം. വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞു യൂണിവേഴ്സിറ്റി എക്സാമുകൾക്ക് പഠിക്കുന്ന ഒരു പഠനമല്ല നമുക്ക് ഇവിടെ വേണ്ടത്. നമ്മൾ എക്സാം പാറ്റേൺ മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ നോക്കുക. സിലബസിനകത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസിനെ കുറച്ച് ബെറ്റർ ആയിട്ട് നോക്കുക. അല്ലാത്ത ഏരിയാസിനെ നമുക്കൊന്ന് സ്കിം ചെയ്ത് പോകാം. ഡീപ്പായിട്ട് റിസർച്ച് വേണ്ട ഏരിയാസിനെ നമുക്ക് കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങളെ JRFലേക്ക് എത്തിക്കുന്ന ഒരു ഫാക്ടറാണ് PYQs. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രത്തോളം നോക്കാമോ അത്രത്തോളം നോക്കുക. ഷുവർ ആയിട്ടും നിങ്ങൾക്ക് JRF കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അതിന്റെ ഏറ്റവും മെയിൻ ഫോക്കസ്. അതേപോലെ നിങ്ങൾ കൃത്യമായിട്ടൊരു സ്റ്റഡി ടൈം ടേബിൾ, ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് പഠിക്കുക. നിങ്ങളോട് ടീച്ചർ പറഞ്ഞതുപോലെ ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടൈം ടേബിൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അത് അനുസരിച്ച് അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാം. അതേപോലെ നിങ്ങൾക്ക് സ്റ്റഡി നോട്ട്സുകൾ, ചെറിയ ചെറിയ നോട്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ എടുക്കാം എക്സാമിനേഷൻ കണ്ടീഷനിൽ തന്നെ. അതായത് ഇപ്പോൾ 3 മണിക്കൂറാണെങ്കിൽ ആ 3 മണിക്കൂർ തന്നെ എടുത്തുകൊണ്ട് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ എടുക്കാം. റിവിഷൻ, നമ്മൾ പഠിച്ച കാര്യങ്ങളെ കൃത്യമായി റിവൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചിട്ട് 6ാമത്തെ യൂണിറ്റിൽ എത്തുമ്പോൾ ആദ്യത്തെ യൂണിറ്റ് മറന്നുപോകും. അതാണ് നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പോവുക. ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ആണ് ഇതിന്റെ ഏറ്റവും മെയിൻ ഫോക്കസ്. ഓക്കെ, നമ്മുടെ ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്കൊന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം. സോ നെക്സ്റ്റ് നമുക്കിനി വേണ്ടത് ഈ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഞാൻ ഈ പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ പേപ്പർ 1നും പേപ്പർ 2നും സെയിം ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, ഒരേ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കുക. പേപ്പർ 1ൽ കൂടുതലും നിങ്ങൾ ആ പ്രാക്ടിക്കൽ ആണ്. അവിടെ നമുക്ക് ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷനും ലോജിക്കൽ റീസണിങ്ങും ഒക്കെ പ്രാക്ടിക്കൽ ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ പേപ്പർ 1ലാണ് നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ കുറച്ച് GK ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച്, ഒരുപാടില്ല എന്നാലും ആ ഒരു കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കണം. ദെൻ പേപ്പർ 2ലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ വേണ്ടത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ്. കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക. ഇപ്പോ അവിടെയും നമുക്ക് ഈ പ്രാക്ടീസുകൾ വേണം. ഇപ്പൊ എന്റെ സബ്ജക്ട് അതായത് കൊമേഴ്സ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ടിങ്ങിലും അതേപോലെ തന്നെ ബിസിനസ് ഫിനാൻസിലും ഒക്കെ നമുക്ക് കുറച്ച് കണക്കുകളൊക്കെ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അവിടെ കുറച്ചുകൂടി പേപ്പർ 2ൽ കുറച്ചുകൂടി നമ്മൾ കോൺസെപ്റ്റുകൾക്കാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. നമ്മുടെ ആ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക. വെറുതെ ഇങ്ങനെ വായിച്ച് കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. കോൺസെപ്റ്റ് ക്ലിയർ ആക്കാതെ നമുക്കൊരു രക്ഷയും ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് I+ന്റെ കുറച്ച് ഫീച്ചേഴ്സിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളെ
സാറ് പറഞ്ഞതുപോലെ നിങ്ങളെ ഒന്ന് മെന്റർ ചെയ്യാൻ I+ നിങ്ങളോടൊപ്പം ഉണ്ട്. I+ ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലാസ് റൂം കോച്ചിങ് ആണെങ്കിൽ നിങ്ങൾക്ക് എറണാകുളം, കോഴിക്കോട്, ട്രിവാൻഡ്രം ഈ 3 സ്ഥലങ്ങളിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ വന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. അവിടെ വന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാമെങ്കിൽ നേരിട്ട് I+ന്റെ ഫാക്കൽറ്റീസിനോടൊപ്പം, എക്സ്പേർട്ട് ഫാക്കൽറ്റീസിനോടൊപ്പം നേരിട്ട് നിങ്ങൾക്ക് പഠിക്കാം. കുറച്ചുകൂടി ബെറ്റർ ആണ് അല്ലെ. അപ്പൊ അവിടെ ലൈവ് ക്ലാസ് റൂം എൻവയോൺമെന്റ്, റിയൽ ടൈം ഡൗട്ട് ക്ലിയറിംഗ്, അതേപോലെ നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആയിട്ടും ഒരുമിച്ചിരുന്ന് പഠിക്കാം അല്ലെ. ഒരു ഗ്രൂപ്പ് സ്റ്റഡി പോലെ നിങ്ങളുടെ കൂടെയുള്ള കുട്ടികളോടൊപ്പം ഒരുമിച്ചിരുന്ന് പഠിക്കാം. അതേപോലെ പ്രാക്ടീസ് ടെസ്റ്റുകൾ നടത്താം. ഇതൊക്കെ മെയിൻ ആയിട്ടും I+ന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പഠിക്കാമെന്നുള്ളതാണ്. ഓഫ്ലൈൻ ക്ലാസ്സുകളാകുമ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ടും പഠിക്കാം അല്ലെ. നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ്സസ്. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ട്, റിമോട്ട് ആക്സസ് ഉണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിക്കാം. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും രണ്ടും അവൈലബിൾ ആണ്. ഓക്കെ, രണ്ടും I+ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകൾ, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്. ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ആക്സസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി ഒരു ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് കിട്ടും. ദെൻ നിങ്ങൾക്ക് ആപ്പിനകത്തും മോക്ക് ടെസ്റ്റുകളും അതേപോലെ നിങ്ങളുടെ ആൻസേഴ്സിന്റെ അനാലിസിസ് നടത്താം. അവിടെയും നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ വന്ന് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. ഡൗട്ട് ക്ലിയറിംഗ് സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ആപ്പിനകത്ത് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാം. ഓക്കെ, ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി, ആക്സസിബിലിറ്റി, ഇത് രണ്ടുമാണ് ഓൺലൈൻ ക്ലാസ്സുകളുടെ പ്രത്യേകത അല്ലെ. കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ചിരുന്ന് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, I+ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും കോച്ചിങ് അവൈലബിൾ ആണ്. അപ്പൊ ഈ കാണുന്ന കമന്റ് ബോക്സിലുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. മലയാളം ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. മലയാളം, ഇംഗ്ലീഷ്, കോമേഴ്സ് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോ ഇത്രയുമാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും നമ്മൾ I+ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും സപ്പോർട്ടുകൾ I+ പ്രൊവൈഡ് ചെയ്യുമെങ്കിലും നത്തിങ് വിൽ വർക്ക് അൺലെസ് യു ഡു. അപ്പോ I+ ഇത്രയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾ കൂടി വിചാരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കാതെ ഒന്നും നടക്കത്തില്ല. എത്ര കോച്ചിങ് കിട്ടിയാലും എത്ര ക്ലാസ്സുകൾ കിട്ടിയാലും നമ്മൾ വിചാരിക്കാതെ നമുക്ക് ഒരിക്കലും വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോ നിങ്ങൾ കൂടി വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ I+ നിങ്ങളോടൊപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ വരുന്ന JRF തന്നെ, അതായത് ഈ വരുന്ന ഡിസംബറിലെ JRF തന്നെ ക്രാക്ക് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ആൾ.